മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന്. ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന എൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അവളെ മതം മാറ്റി എന്നുള്ളതാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, എന്തായാലും ലവ് ജിഹാദ് ലവ് ജിഹാദ് ലവ് ജിഹാദ് ആരാണ് പറയുന്നത്? സ്വന്തം ഭാര്യയെ മതം മാറ്റി വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ലവ് ജിഹാദിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വാചാലമാടുന്നത്. പിന്നെ അവന്റെ തന്തയും PC ജോർജും അല്ലെ, ഇവർ രണ്ടുപേരും ഏറ്റവും വലിയ ലവ് ജിഹാദ് പറഞ്ഞിരുന്ന ആളാണ് ലസിത പാലക്കല് അമ്മായി എന്ന് പറയുന്ന പാലക്കല്. ഇപ്പൊ അവളൊക്കെ നിർത്തിയിട്ട് തന്തയും മകനും എന്താണ് രണ്ടാളും ഒന്നിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നാട്ടിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടും. എന്തായാലും ഷോൺ ജോർജ് പറയുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് വളരെ കൃത്യമായിട്ട് അതിന് കുറച്ച് മറുപടികളും കൊടുക്കാം. എന്തായാലും ആദ്യം ഷോൺ ജോർജ് പറയുന്ന PC ജോർജിന്റെ മകന് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. എന്തായാലും ഓൽക്കെന്നുള്ള അറിയാം, എന്തായാലും മകൻ തന്നെ ആയിരിക്കും, ആവാതിരിക്കൂലല്ലോ. കാരണം രണ്ടാളി സ്വഭാവം ഒന്നിനൊന്ന് മെച്ചാണ്, ഒന്നും രണ്ടാളതും അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ മകൻ തന്നെ ആയിരിക്കും അല്ലെ. എന്തായാലും PC ജോർജിന്റെ മകന് പറയുന്ന ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടോക്കാം. ഇവിടെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ഒന്നുമല്ല, ഇന്ത്യയാണ്. ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് എന്ത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത്? ജനങ്ങൾക്കിടയിൽ വർഗീയത വളർത്താൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണോ? മതവർഗീയത വളർത്താൻ വേണ്ടിയിട്ട്, ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട്, എന്താ പറയാ, ഇല്ലാ കഥകൾ വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ട് തരുന്ന സ്വാതന്ത്ര്യമാണ് ഷോൺ ജോർജ്. അതല്ലല്ലോ ജനങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഉള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനും അതിനെതിരെ പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്നത്. എന്തായാലും ബാക്കിയാണ്. എന്തിന് 400-4000 കണക്കുണ്ട്. പക്ഷേ അത് 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 ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും. പെൺകുട്ടികൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞത് അതിന് 28 റിപ്പോർട്ടഡ് ജഡ്ജ്മെന്റ്സ് കേരളത്തിലെ വിവിധ ഹൈക്കോടതികളിലുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് അയച്ചിട്ടുള്ളത്. ഒരെണ്ണം. അതാണ് 400 അല്ല 4000 ഉണ്ട്. പക്ഷെ കേരളത്തിലെ കോടതികളിൽ വെറും 28 മാത്രമേ ഉള്ളൂ. അല്ല ഷോൺ ജോർജ്, കേന്ദ്ര ഏജൻസി അന്വേഷിച്ചിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു ലവ് ജിഹാദോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് കേന്ദ്ര ഏജൻസി ഈ BJP ഭരിക്കുന്ന സമയത്തല്ലേ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തത് അല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെയുള്ള കണക്കുകൾ കിട്ടുന്നത്? കേന്ദ്ര ഏജൻസിനെക്കാട്ടിലും വലിയ അന്വേഷണ ഏജൻസിയാണോ തന്തയും മകനും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷെ ഒരു റിപ്പോർട്ട് മാത്രമാണ് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാക്കി 27 കൊടുക്കണതിൽ എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് ഷോൺ ജോർജ്? അത് കൊടുക്കണതിൽ എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്? കാരണം ഉള്ളത് മാത്രമാണ് രേഖകളായിട്ട് കൊടുക്കാൻ കഴിയൂ. അതായത് മതം മാറ്റി നിർബന്ധിത മതപരിവർത്തനത്തിനെയാണ് നമ്മളൊക്കെ പറയുന്നത് എന്ത്, ലവ് ജിഹാദി എന്ന് പറയുന്നത്. അതായത് സ്നേഹിച്ച് അവരെ നിർബന്ധമായിട്ട് തന്റെ മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനെയാണ് ലവ് ജിഹാദി എന്ന് പറയുന്നത്. അതും മതങ്ങളുടെ താല്പര്യപ്രകാരം, അവരുടെ നിർദ്ദേശപ്രകാരം ഒരു പെൺകുട്ടിയെ മറ്റൊരു മതത്തിൽ നിന്നും തന്റെ മതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ലവ് ജിഹാദി എന്നൊക്കെ പറയുന്നത് അല്ലേ. അല്ലാതെ അവർ തമ്മിൽ സ്നേഹിച്ച് അവർ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറിയതിനെ ഒരിക്കലും ലവ് ജിഹാദി എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ബാക്കിയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനും ലവ് ജിഹാദുകാരനല്ലേ. പക്ഷെ അവിടെ പർപ്പസ്ഫുള്ളി മതത്തിന് വേണ്ടി നടത്തുന്ന കൺവേർഷനാണ് ഇവിടെ നമ്മൾ കൃത്യമായി പറയാം. അതാണ്. അപ്പൊ എന്തായാലും അത് പൊങ്ങി വരും എന്നുള്ളതും അത് ജനങ്ങൾ പൊക്കിക്കൊണ്ടിരും എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഈ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഷോൺ ജോർജിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കേസാണ്. താൻ മറ്റൊരു മതത്തിലെ പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത് എന്നും അവളെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും മുൻപ് ജനകീയ കോടതിയിൽ വളരെ കൃത്യമായിട്ട് ഷോൺ ജോർജ് പറഞ്ഞ ആ ഒരു കാര്യം ജനങ്ങൾ പൊക്കിക്കൊണ്ടുവരുമെന്ന് വളരെ കൃത്യമായിട്ട് ഷോൺ ജോർജിന് അറിയുന്നത് കൊണ്ട് തന്നെ മുൻകൂട്ടിയാണ് എറിഞ്ഞിട്ടുകയാണ്. എന്തായാലും ഷോൺ ജോർജ്, നിർബന്ധിതമായിട്ടാണോ അതിൽ താങ്കൾ പശ്ചാത്തപിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ താങ്കൾ തന്നെ ജനകീയ കോടതിയിൽ പറയുന്ന ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. ആ കൂടെ ഒന്ന് കണ്ടു നോക്കി. മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന്. മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് എൻ്റെ കുടുംബത്തിൽ നിന്ന്. എനിക്കതിൻ്റെ അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല. ഇതെന്താണ്
കല്യാണം കഴിക്കാം. അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരുംപരായികളെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി, ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി, അല്ലെങ്കിൽ അവൾ എന്നെയാണ് സ്നേഹിച്ചത് അല്ലേ, അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓൾ ഏഞ്ചൽസ് പഠിച്ചതാണ്, അവൾക്ക് മാതാവിനെ ഇഷ്ടമാണ്, യേശുക്രിസ്തു ഇഷ്ടമാണ്, പള്ളിയിലും പോവും. ഇന്ന് ഞാൻ പറയാമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെ ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന എൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് അവളെ മതം മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് നിർബന്ധിതമായി മതം മാറ്റം സംഭവിക്കുന്ന പല മേഖലകളുണ്ട്. അത്താണ് സ്വന്തം ഭാര്യയെ മതം മാറ്റി വിവാഹം കഴിച്ചിട്ട് ഇന്ന് അതിൽ പശ്ചാത്തപിക്കുന്നു, ഇന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നു എന്നൊക്കെയാണ് ഷോൺ ജോർജ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചത് മതം നോക്കിയിട്ടല്ലല്ലോ. അങ്ങനെയെങ്കിൽ എന്തിന് ആ ഒരു സ്ത്രീയെ നിങ്ങൾ മതം മാറ്റിങ്ങാണ്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാലേ അപ്പനായ PC ജോർജ് വീട്ടിലേക്കാണ് കയറ്റുള്ളൂ. ഇല്ലാന്ന് വെച്ചെങ്കിൽ കയ്യും കാലും തച്ചൊടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് പാലുടിക്കുന്ന കുട്ടിയൊന്നല്ലല്ലോ ഷോൺ ജോർജ്, ഇതൊന്നും അറിയാതിരിക്കാന് അല്ലല്ലോ. അപ്പൊ പിന്നെ അത് അന്നും ചിന്തിച്ചില്ല, അന്ന് അറിയില്ല എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അന്ന് അച്ഛനും മകനും ഇത്രത്തോളം വർഗീയത ഉണ്ടായിരുന്നില്ല. ഇന്ന് അച്ഛനും മകനും വളരെ കൃത്യമായിട്ട് വർഗീയത ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ പശ്ചാത്തപിക്കുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ നാടകം അടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഷോൺ ജോർജ് അങ്ങനെ പശ്ചാത്തപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ച് ആ മതത്തിലേക്ക് തന്നെ മതപരിവർത്തനം നടത്താൻ കഴിയുമല്ലോ. അത് ചെയ്യാൻ താങ്കളും താങ്കളുടെ തന്തയായ PC ജോർജും തയ്യാറാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്വന്തം മരുമകളെ വീണ്ടും അവളുടെ സ്വന്തം മതത്തിലേക്ക് പറഞ്ഞയക്കാന് നിങ്ങൾ തയ്യാറാണോ? അങ്ങനെ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൺകുട്ടിയാണെന്ന് ഞാൻ പറയും. അതാണ് ചെയ്യേണ്ടത്, അത് ചെയ്ത് കാണിക്കാണ് വേണ്ടത്. അല്ലാതെ വെറുതെ വാചാലനാടല്ല വേണ്ടത്. സ്വന്തം ഭാര്യയെ മതം തിരിച്ച് എന്ത് ചെയ്യാ, മതം നോക്കാതെ അവളുടെ മതത്തിലേക്ക് തന്നെ പറഞ്ഞയച്ചിട്ട് അവളെ ഭാര്യയായിട്ട് കൊണ്ടു നടക്ക്, അതല്ല അന്തസ്. അല്ലാതെ മറ്റൊരു മതത്തിലെ സ്ത്രീയെ ഈ മതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവളെ പിന്നെ മതം മാറ്റിയതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത്? അതൊക്കെ ഒരു ആണത്തെന്ന് പറയാൻ കഴിയോ? അതിനൊന്നും ആണത്തെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ബാക്കി പറയണേ കേൾക്കുക. കണക്കെടുത്ത് പുറത്തുവിട്ടാൽ ആ കുടുംബങ്ങളെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടവർ അതിൻ്റെതായ രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും കണക്കുകൾ നൽകാനുണ്ട്. 400 അല്ല എന്നും കൂടെ മാത്രം പറയുന്നു. അതിന് 50 എണ്ണം അല്ല, എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാൻ ഇവിടെ കണക്കുണ്ട്, എത്ര എണ്ണം വേണം. പക്ഷെ അത് മകള് നഷ്ടപ്പെട്ട് സമൂഹത്തിൽ അപമാനിതരായിട്ടിരിക്കുന്നവരെ പബ്ലിക്കായിട്ട് വീണ്ടും അപമാനിക്കാൻ കഴിയും? ഒരിക്കലും കഴിയും. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സംശയമുണ്ട് ഷോൺ ജോർജ്, നല്ല സംശയമുണ്ട്. കാരണം താങ്കൾ ഈ പറയുന്ന കണക്കുകളില് താങ്കളുടെ കയ്യിൽ ഒരു കോപ്പുമില്ല, ഒരു തെളിവുമില്ല, ഒരു രേഖയില്ല, വെറുതെ വാക്കൊണ്ട് പറയുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികളുടെ വീട്ടുകാരെയും പെൺകുട്ടികളുടെ പേരുകളും പുറത്തു വിടുന്നതിനാണല്ലോ ഇത്ര വലിയ പ്രശ്നമുള്ളൂ. ആൺകുട്ടികളുടെ പേര് പുറത്തുവിട്. ആൺകുട്ടികളായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ, ഈ പറയുന്ന പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തി മറ്റു മതത്തിലേക്ക് കൊണ്ടുപോയ ആൺകുട്ടികളായിട്ടുള്ള ആളുകളുണ്ട്. ആ ആളുകളെ താങ്കൾക്ക് പുറത്തു വിടാലോ. ആൺകുട്ടികളെ പുറത്തു വിടുന്നതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നമുള്ളത്? അവരുടെ ഫോട്ടോ പുറത്തു വിടാം, അവരുടെ പേര് പുറത്തു വിടാം, അവരുടെ എല്ലാ ഡീറ്റെയിൽസുകളും പുറത്തു വിടാം. സ്ത്രീകളുടെ പെൺകുട്ടികളുടേത് പുറത്തു വിടുന്നതിന് മാത്രമാണ് പ്രശ്നമുള്ളത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ കയ്യിൽ ഒരു കോപ്പുമില്ല, തന്റെ ഒന്നും കയ്യിൽ ഒരു കോപ്പുമില്ല എന്ന് പറഞ്ഞാൽ ഒരു കോപ്പുമില്ല. വാഗൊണ്ട് പറയുന്നത് പോലെ രേഖകളുണ്ട്. ദാ ഈ കൈരേഖ, അത് മാത്രമാണ് താങ്കളുടെ ഒക്കെ കയ്യിലുള്ളത്. ജഗതി ചേട്ടൻ പണ്ട് പറഞ്ഞതുപോലെ എന്റെ കയ്യിൽ രേഖയുണ്ട്. ദാ ഈ കൈരേഖ മാത്രമുണ്ട് തന്റെ ഒക്കെ കയ്യില്. അല്ലാതെ വേറെ ഒരു കോപ്പും തന്റെ ഒന്നും കയ്യിലില്ല. ഇന്ത്യ എന്നുണ്ടെങ്കിൽ പുറത്ത് വിട്ടിട്ട് ഏത് മതക്കാരാണോ മറ്റു മതത്തിലെ സ്ത്രീകളെ കൂടുതലായിട്ട് മറ്റൊരു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തി കൊണ്ടുപോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ചെയ്ത ആളുകൾക്കെതിരെ നമ്മളൊക്കെ പ്രതികരിക്കാൻ തയ്യാറാണ്. കാരണം അവര് സ്നേഹിച്ച് വിവാഹം കഴിച്ച ആളുകളാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം രണ്ട് മതക്കാർ തമ്മിൽ സ്നേഹിക്കുന്നതിൽ ഞാൻ തെറ്റ് പറയില്ല. കാരണം അവര് മനസ്സറിഞ്ഞ് രണ്ട് മതങ്ങൾ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ച് അവരുടേതായ മതത്തിൽ ജീവിക്കുന്നതിൽ യാതൊരുവിധ തെറ്റും പറയാൻ കഴിയില്ല. അത് അവര് തമ്മിലുള്ള ഇഷ്ടമാണ്, സ്നേഹമാണ്. എത്രയോ ആളുകൾ എന്റെയൊക്കെ അറിവില് ഹിന്ദുവും മുസ്ലിമും കല്യാണം കഴിച്ച ആളുകളുണ്ട്, ഹിന്ദുവും ക്രിസ്ത്യാനിയും കല്യാണം കഴിച്ച ആളുകളുണ്ട്, അതേമാതിരി ക്രിസ്ത്യാനിയും മുസ്ലിമും കല്യാണം കഴിച്ച ആളുകളുണ്ട്. ഇങ്ങനെ കല്യാണം കഴിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ അവരുടേതായ മതത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്.
മുസ്ലിമായ ഒരു ആൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവന്റെ മതവിശ്വാസ പ്രകാരം അവന് മുന്നോട്ട് പോകുന്നത്. അവൻ കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു സ്ത്രീയെയാണ് എന്നുണ്ടെങ്കിൽ ആ ഹിന്ദു സ്ത്രീ അവളുടെ മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള എത്രയോ കേസുകളുണ്ട്. അതുപോലെ തന്നെ സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഇനി ഹിന്ദുവായ ഒരു ആൺകുട്ടി മുസ്ലിമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട് ആ മുസ്ലിമായ പെൺകുട്ടി ഞാൻ ഹിന്ദു ആകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഹിന്ദുവായി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുസ്ലിമായ ഒരു ആൺകുട്ടി ഹിന്ദുവായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹിന്ദുവായ പെൺകുട്ടി സ്വമേധയാ മുസ്ലിമായി മാറിക്കഴിഞ്ഞാൽ അത് അവളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ്. അതും ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ഒന്നാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരാൾക്ക് ഏത് മതം സ്വീകരിക്കാനും ഇന്ത്യൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. അതുകൂടെ ഷോൺ ജോർജ് ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാരണം സ്വമേധയാ ഏതൊരു മതം സ്വീകരിക്കാനും ഇന്ത്യൻ ഭരണഘടനയിൽ അനുമതി നൽകുന്നുണ്ട്. നിർബന്ധിതമായിട്ടല്ല, സ്വമേധയാ സ്വീകരിച്ചു പോകാന്. ഈ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ 18 വയസ്സ് കഴിഞ്ഞ ആളുകളല്ലേ. അവരൊക്കെ അവരുടെ 18 വയസ്സ് കഴിഞ്ഞ ആ പക്വത പ്രകാരം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരു മതം സ്വീകരിച്ചു പോകുന്നതിൽ എന്താണ് ഇത്ര വലിയ തെറ്റുള്ളത്? അതിനെ ഒരിക്കലും ഞാൻ തെറ്റായിട്ട് പറയില്ല എന്നാണ് പറയാനുള്ളത്. എന്തായാലും സ്വന്തം മരുമകളെ മതം മാറ്റി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന താനൊക്കെ ഇതിനെക്കുറിച്ച് പറയാൻ ഇത്ര വലിയ യോഗ്യനാണോ എന്നാണ് തന്നോടും തൻ്റെ അപ്പനായ PC ജോർജിനോടും എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ രണ്ടാളോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ആദ്യം മരുമകളെ സ്വന്തം മതത്തിലേക്ക് മാറ്റി വിട്ടിട്ട് അവളെ സ്വമേധയാ വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന സ്നേഹം, മതസ്നേഹം കാണിക്ക്. എന്നിട്ട് നമുക്ക് നിങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം, ലവ് ജിഹാദിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അല്ലാതെ സ്വന്തം മകൻ മറ്റൊരു മതത്തിലെ സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ മതത്തിൽ ചേർത്തിട്ട് പിന്നെ നിങ്ങൾ ഈ മതവർഗീയതയെ കുറിച്ച് പറയുന്നതിലും അതുപോലെ തന്നെ ഈ പറയുന്ന ലവ് ജിഹാദിനെ കുറിച്ച് പറയുന്നതിലും എന്ത് അർത്ഥമാണ് ഉള്ളത്? ഇതൊക്കെ വെറും ഒരു അഭിനയം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് PC ജോർജും താനും കാണിക്കുന്ന ഒരു ഊളത്തരം എന്ന് മാത്രമാണ് ഇതിനെ പറയാനുള്ളത്. കാരണം എല്ലാ പാർട്ടിക്കാരും തള്ളി 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 ചവറ്റുകൊട്ടയായി മാറിയ PC ജോർജിന് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ ഈ മതവർഗീയത പറഞ്ഞ് നടക്കുകയല്ലാതെ ഇനി മറ്റൊരു മാർഗമില്ല. അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായത്തരങ്ങൾ മാത്രമാണ് ഇതൊക്കെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഷോൺ ജോർജ് സ്വന്തം ഭാര്യയെ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചിട്ട് താൻ വാ, എന്നിട്ട് താൻ ഇതിനെ കുറിച്ച് പറയാം. അപ്പൊ ഒരു അന്തസ് ഉണ്ടാവും. അതാണ് അന്തസ്, അതാണ് ആണത്തം. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.